ശ്രീവല്ലഭനായ മഹാവിഷ്ണുവാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ശിവലിംഗം. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. ആദ്യ ദർശന മാത്രയിൽ തന്നെ ഭക്തന് അമ്പരപ്പുണ്ടാക്കുന്ന അസാമാന്യ വലിപ്പമുള്ള ശിവലിംഗമാണിത്. ദക്ഷിണ ഭാരതത്തിൽ നിത്യപൂജയുള്ള ഏറ്റവും വലിയ ശിവലിംഗവും ഇതുതന്നെയാണ്. ഇത് തുകലശ്ശേരി മഹാദേവ ക്ഷേത്രം. ഈ ശിവലിംഗത്തിന്റെ മൂന്നിലൊരു ഭാഗമാണ് നമുക്ക് കാണാനാകുന്നത്. ബാക്കി ഭാഗം പീഠത്തിന്റെ ഉള്ളിലും പീഠത്തിന് താഴേക്കുമായി വ്യാപിച്ചിരിക്കുന്നു. ഇതിന്റെ വലിപ്പം കാരണമാണോ ഈ ശിവലിംഗം പണ്ട് തുകലാസുരൻ എന്ന രാക്ഷസ സ്വഭാവമുള്ള വ്യക്തി പൂജിച്ചിരുന്നതുകൊണ്ടാണോ ഇതിന് രാക്ഷസലിംഗം എന്നും പേരുണ്ട്. തിരുവല്ല പണ്ട് മല്ലികാവനം എന്നറിയപ്പെടുന്ന ഗ്രാമമായിരുന്ന സമയത്ത് ആ ഗ്രാമപ്രദേശം തുഗ്ലാസുരന്റെ അധീനതയിലായിരുന്നു. ശിവഭക്തനായ തുഗ്ലാസുരന്റെ അനുയായികളും ശൈവരായിരുന്നു. വിഷ്ണുഭക്തരെ എവിടെ കണ്ടാലും അവരെ വധിക്കുക എന്നത് തുഗ്ലാസുരന്റെ ഒരു ശീലമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ വൈഷ്ണവരൊക്കെ ഭയന്ന് ദേശം വിട്ടുപോയിരുന്നു. എന്നിട്ടും അവിടം വിടാതെ തങ്ങിയിരുന്ന ശങ്കരമംഗലത്തില്ലത്തെ ശ്രീദേവി അന്തർജനം സ്ഥിരമായി ഏകാദശി നോറ്റു വന്നിരുന്നു. അങ്ങനെ ദ്വാദശി നാളിൽ ബ്രാഹ്മണനെ കാൽകഴുകി ചൂട്ട് നൽകിയാണ് അവർ വ്രതം വെടിഞ്ഞിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഏകാദശി കഴിഞ്ഞ് ദ്വാദശി നാളിൽ വ്രതം അവസാനിപ്പിക്കാനായി അവർക്ക് അവിടെ എങ്ങും ബ്രാഹ്മണരെ കണ്ടെത്താനായില്ല. ഇല്ലത്ത് ബ്രാഹ്മണരൊന്നും എത്താതിരുന്ന സ്ഥിതിക്ക് അവർ കരഞ്ഞ് തന്റെ വിഷമം വിഷ്ണു ഭഗവാനോട് തന്നെ ഉണർത്തിച്ചു. ഭക്തയുടെ പ്രാർത്ഥനയിൽ മനസ്സലിഞ്ഞ ഭഗവാൻ ഒരു ബ്രാഹ്മണ ബാലന്റെ രൂപത്തിൽ അവിടെ എത്തിയതായും കുളിച്ചു വരാൻ അടുത്തുള്ള നദിയിലേക്ക് പോകുകയും ചെയ്തു. വഴിമധ്യേ തുകലനെയും കൂട്ടരെയും കണ്ട വിഷ്ണു ഭഗവാനായ ആ ബാലൻ സുദർശന ചക്രം ഉപയോഗിച്ച് അവരെ വധിക്കുകയും അതിനുശേഷം ഭഗവാൻ ചക്രം കഴുകിയ സ്ഥലം ഇന്നും ചക്രക്ഷാളനക്കടവ് എന്നും അറിയപ്പെടുന്നു. ശേഷം തുകലൻ പൂജിച്ചിരുന്ന ശിവലിംഗം സാക്ഷാൽ ശ്രീവല്ലഭൻ തന്റെ തൃക്കരങ്ങളാൽ ഇന്ന് കാണുന്ന തുകലശ്ശേരി കുന്നിൽ പ്രതിഷ്ഠിച്ചു അത്രേ. ശിവലിംഗം ഉറയ്ക്കാതെ വന്നപ്പോൾ അതിന്റെ മുകളിൽ വിഷ്ണു ഭഗവാൻ തന്റെ കൈകൊണ്ട് അമർത്തിയതിനാൽ ശിവലിംഗത്തിന്റെ ഉച്ചിഭാഗത്തായി ഒരു താഴ്ച ഉണ്ടാവുകയും ചെയ്തു അത്രേ. ശ്രീകോവിലിന് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന തെച്ചിയിൽ നിന്നും പറിച്ചെടുത്ത തെച്ചിപ്പഴമാണത്രേ ഭഗവാന് ആദ്യമായി മഹാവിഷ്ണു നേദ്യം നൽകിയത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തെച്ചിയുടെ സാന്നിധ്യത്താൽ ഈ നാലമ്പലം അലങ്കൃതമായിരിക്കുന്നു.